ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ സിറ്റി ലൈഫിൽ നിന്നും മോചനം നേടി നാട്ടിലെത്തിയേക്കാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. പത്തനംതിട്ടയിലുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. രണ്ട് സൈഡിൽ ഇപ്പോൾ റബ്ബർ തോട്ടം, ഇനി കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാടായിരിക്കും. എന്ത് ഭംഗിയാണ് കാണാൻ. സൗണ്ടുകളില്ല, വണ്ടികളില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു തോടുണ്ട്. തോടോ ഇതെന്താ ആറോ എന്തോ ഒരു സംഭവം. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റി വരണ്ട്. അത്ര ചൂടല്ലേ, ഫുള്ള് വെള്ളം. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളമുണ്ട്. ഈ ഉള്ള വെള്ളത്തിലൊക്കെ കുറേ മീനുകൾ നടപ്പുണ്ട്. പക്ഷേ ഇത്രയും വറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഓർത്തില്ല. അത്രയ്ക്ക് ചൂടായിരിക്കും. ഞങ്ങൾ ഓർത്ത് തന്നൊരു വീഡിയോ പിടിച്ച് എല്ലാവരെയും കാണിച്ചേക്കാം. ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ട് സെക്ഷൻ നടക്കുവാണ് അവിടെ. ഞാനവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കല്ലിൻ്റെയും മണ്ണിൻ്റെയും കാടിൻ്റെയും ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. മഴക്കാറുണ്ട്, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും, ചിലപ്പോൾ അല്ല, മിക്കവാറും കുറച്ച് നേരം കഴിയുമ്പോൾ മഴ പെയ്യും. ഞാനിവിടെ നോക്കണത് എന്താണെന്നറിയോ, മീനുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞ് കുറച്ച് വെള്ളമുള്ള നിറയെ മീനുണ്ട്. ചെറിയ മീനുകൾ കുറേ ഉണ്ട്. പള്ളത്തി മീനൊക്കെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. ചൂണ്ടയും കൊണ്ട് വന്നെങ്കിൽ പിടിക്കാമായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാവേ. ഒരു മീൻ ഇപ്പോൾ ഓടി പോകും. കണ്ടോ കണ്ടോ, വേറെ ഒരെണ്ണം ഇപ്പോൾ വരും. എവിടെ പോയി? അതേ ഓടിപ്പോകും. എന്ത് മീനാണാവോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കണ്ടു തിരിച്ച് കയറിപ്പോരുവാണ്. മരം കൊണ്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ടായേക്കുന്നു. എന്താല്ലേ പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങൾ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി തിരിച്ച് വണ്ടി കയറി പിന്നെയും അടുത്ത കാട്ടിലേക്ക് കയറുക. എന്ത് ഭംഗിയാ. മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമ നൽകുന്ന കാഴ്ച, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. ഇനി കുറേ പോകണം, ഇനി കുറേ ദൂരമുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ടൊക്കെ വരാനിഷ്ടമാണ്. നല്ല സന്തോഷമായിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ. വെറുതെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നാട്ടിലുള്ളവർക്ക്, ഈ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ഇത് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഇതേപോലത്തെ പ്രദേശത്ത് വരുമ്പോൾ കുറേ നാൾ കൂടി നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ. യാത്രയൊക്കെ ചെയ്യാം. പപ്പയുടെ ജീപ്പും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഏട്ട വീട്, പറമ്പ്, കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ വണ്ടിയിലിരുന്ന് എൻ്റെ ഒരു വീഡിയോ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു മരം നിൽക്കണം. അതിനകത്ത് റെഡ് കളർ എന്തോ കുഞ്ഞു കായ. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു തോടായിരുന്നു, പക്ഷെ വറ്റി വരണ്ട് പോയി. ഇതാണ് നമ്മുടെ പറമ്പ് കാര്യങ്ങൾ. ചക്ക മാങ്ങയൊക്കെ ഉണ്ട്. ഇതൊക്കെ പറക്കി ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വന്നപ്പോൾ നല്ല സൂപ്പർ മഴ ആസ്വദിച്ച് വരിക. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.